ഹായ് കുട്ടികളെ, ഞാൻ സജി ചേന്നാട്ട് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഗ്രോ ബാഗൊക്കെ മാറ്റി ഇന്ന് പറമ്പിൽ എങ്ങനെയാണ് നമ്മൾ പച്ചക്കറി നടുന്നത് എന്നതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറമ്പ് നന്നായിട്ട് കളച്ച് ഒരുക്കിയിടുക. അതിനുശേഷം നമ്മൾ കളച്ച് ഒരുക്കിയിട്ട് പറമ്പിലേക്ക് നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഇതിനകത്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിനാക്ക് ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഞാൻ കുറച്ച് സ്ഥലം ഞാൻ നനച്ചിട്ടുണ്ട്. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാനിത് ഇന്ന് പയറിന്റെ വിത്ത് നടാൻ പോവാണ്. ഞാനിത് നനച്ചിട്ടിരിക്കുകയാണ്. ഈ നനച്ചിട്ട സ്ഥലത്താണ് ഞാൻ പയറിന്റെ വിത്ത് ഇന്ന് നടന്നത്. ഇതാണ് പയറിന്റെ വിത്ത്. നമ്മൾ വെള്ളത്തിലൊന്നും ഇടാതെ നമ്മൾ പയറിന്റെ വിത്ത് നേരിട്ട് നമ്മൾ ചെയ്യുകയാണ്. കാരണം ഈ വിത്തൊക്കെ ഹൈബ്രിഡ് വിത്തുകളാണ്. ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു രീതിയിൽ പോലും നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മുളയ്ക്കുകയില്ല, മാത്രമല്ല വിത്ത് കേടായി പോവുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് വിത്ത് നടുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ നമ്മുടെ വിത്ത് ആ വിത്തോളം മാത്രമേ മണ്ണിൽ മൂടാൻ പാടുള്ളൂ. ചില ആളുകൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ വലിയ കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് വിത്തിടും, അത് മൂടിയിടും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ വിത്ത് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാടുക, അതിനുശേഷം ഇതിന് നോക്കുക, ജസ്റ്റ് മൂടുക. ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട. കാരണം ഇത് നമ്മൾ നനച്ച് ഒരിക്കലും നമ്മൾ വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ചാണകപ്പൊടിയുണ്ട്, എല്ലുപൊടിയുണ്ട്, വേപ്പിനകത്തുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ കുമ്മായിക്കിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ട്രീറ്റ് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് വളരെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ നനച്ച് നല്ല ഒരുക്കിയിട്ട് ഇനി നമ്മൾ വിത്ത് നട്ടാൽ മതി. ഞായറാഴ്ച നട്ട പയറാണിത്. അപ്പോൾ ഈ പയർ ഇപ്പോൾ 2 ഇലയായി. അടുത്ത 2 ഇല വരാൻ വേണ്ടി ഒരു കൂമ്പൊക്കെ എടുത്ത് ഇങ്ങനെ വിൽക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അടുക്കള മാലിന്യം, അത് അടുക്കളയിലുള്ള നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ്, അത് കഞ്ഞിവെള്ളത്തിനകത്തേക്ക് കഞ്ഞിവെള്ളം കൂടി ഇട്ടിട്ട് നമ്മളത് ജൈവ സ്ലറിയാക്കിയിട്ട് 1 ലിറ്റർ 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ ചോട്ടിലും ഇലയിലും ഒക്കെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അതിനുശേഷം പിന്നെ ചാണകമുള്ളവരും ഗോമൂത്രമുള്ളവരും അത് ഉപയോഗിച്ചാൽ ഒത്തിരി നല്ലത്. പക്ഷെ നമ്മൾ ചിലവില്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി ഒരാഴ്ചയോട് കൂടി കഴിയുമ്പോഴും നമുക്കിത് പന്തലിലേക്ക് കയറത്തക്ക രീതിയിൽ നമ്മൾ ഇത് കമ്പ് കുത്തി കൊടുക്കണം. പിന്നെ നമ്മൾ വഴിയൊക്കെ കെട്ടി ഈ പന്തലാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ 15 ദിവസം മുമ്പ് നട്ട നമ്മുടെ പയറിൻ്റെ തൈകളാണ് എല്ലാം വള്ളി വീശി പന്തലിലേക്ക് കയറാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 ദിവസം ഇതിന് പന്തലിട്ട് കൊടുക്കണം. പന്തലിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് വള്ളികൾ എല്ലാം നിലത്തോട് ഇങ്ങനെ പോകും. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം മുഞ്ഞ എന്ന് പറഞ്ഞ രോഗം വരും. ഈ നമ്മൾ ചാഴി, മുഞ്ഞ, ആ രോഗം ഇപ്പോൾ ഈ പിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ജൈവ കൃഷി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ജൈവസ്ലറി ഉണ്ടാക്കുക. ആ ജൈവസ്ലറിയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പം പ്രധാനമായിട്ടും ജൈവസ്ലറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു അല്പം വേപ്പിനാക്ക്, ഒരു സ്പൂൺ വേപ്പിനാക്ക്, 2 ചൊള്ള വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, അതിനകത്തേക്ക് നമ്മൾ വേപ്പെണ്ണ ഒഴിക്കുക. ഇത് ഒഴിച്ച് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നമ്മൾ ശരിക്കും മിക്സിയിൽ അരച്ചെടുത്ത് അരിച്ച് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ തളിച്ച് കൊടുക്കുക. നമ്മുടെ പയർ ഏകദേശം കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ രാവിലെ വൈകിട്ട് മാത്രം വെള്ളം ഒഴിക്കും. മുഞ്ഞ വരാതിരിക്കാൻ വേണ്ടി, പയറിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കേടാണ് മുഞ്ഞ. ഈ മുഞ്ഞ വരാതിരിക്കാൻ വേണ്ടി ഞാൻ മുഴിയൻ ഉറുമ്പിനെ, ചില സ്ഥലത്ത് പറയും നീർന്ന് പറയും, ഈ നീറിനെ ഞാൻ കയറ്റിയിരിക്കാതെ ഇടയ്ക്ക് മുന്നേ ഒരു കടിയൊക്കെ കിട്ടും. എന്നാൽ പോലും നമ്മുടെ പയറിൽ ഒരിക്കലും നമുക്ക് മുഞ്ഞ ഉണ്ടാവില്ല. നമുക്ക് നല്ല പയറുകൾ നമുക്ക് ലഭിക്കും. ഇവനെ കൊണ്ട് ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ അടുക്കള തോട്ടത്തിൽ, നിങ്ങൾ ഗ്രോ ബാഗിലാണെങ്കിലും നിങ്ങൾക്ക് എത്രമാത്രം സ്ഥലമുണ്ടോ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് പയർ നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിന് അടുക്കളയിലേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള പയർ ഒക്കെ നമുക്ക് ജൈവ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും കാണുക. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയതാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം നമുക്കറിയാം ഒരു ദിവസത്തേക്ക് മാത്രം, ഇന്ന് പക്ഷേ ഇനിയിപ്പം 3 ദിവസം കഴിഞ്ഞ്, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച നമുക്ക് വീണ്ടും പയർ പറിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ഇത് സമ്പൂർണ്ണ വീഡിയോ ആണ്. ഇതിനകത്ത് വളം ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ഇത് പരിചരിക്കുന്നതും എല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.